ഹായ് അസ്സലാമു അലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്ത് കഥ അറിയോ? മരിയോനെ കണ്ട സ്നേഹപ്രകടനം അളപ്പാൻ്റെ അളപ്പ വന്നിട്ട് ഫസ്റ്റ് കണ്ടത് നമ്മൾ പരിക്ക് പോയിട്ട് നമ്മളെ കടളപ്പ എല്ലാവരും ഉണ്ടായിന്. അങ്ങനെ മഷാല്ല ഒന്നിച്ചിരുന്ന് ചായയും കടിയെല്ലാം കഴിച്ചിട്ടായതിനു ശേഷം ഇല്ലേ മഷാല്ല അങ്ങനെ എല്ലാവരും ഒന്നിച്ച് കൂടിയിട്ട് ചായയും കടിയെല്ലാം കഴിച്ചിട്ടായതിനു ശേഷം ഇല്ലേ ഞാൻ ഇൻസ്റ്റാ പേജിൽ നിന്നൊരു ചുരിദാർ വേങ്ങി നേരിട്ടില്ലേ. അപ്പോൾ അത് നമ്മളപ്പോൾ ഒരുക്കഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ എല്ലാവരും ഇത് നോക്കുന്നുണ്ട് എത്തിയറല്ലോ നല്ല വാങ്ങുന്നുണ്ട്, നല്ല കളറല്ലോ, നല്ല അങ്ങനെയല്ലോ ഇങ്ങനെയല്ലോ കുറേ അഭിപ്രായം. പെണ്ണുങ്ങൾക്ക് ആകുമ്പോൾ അങ്ങനല്ലേ, ഒരു ഡ്രസ്സെല്ലാം കിട്ടിയ കഴിഞ്ഞാൽ തിരിച്ചിട്ടും മറിച്ചിട്ടും അതിൻ്റെ ഉള്ളും പുറമെല്ലാം നോക്കിയിട്ടാകുമ്പോൾ ഒരു സമാധാനം. നല്ല അത് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യം. അപ്പോൾ നല്ല എല്ലാവർക്കും നല്ല ലൈക്കായിട്ടുണ്ടായിരുന്നു അറിയാം, നല്ല കോട്ടനും ഇതെല്ലാം മിക്സ് ആയിട്ട് അങ്ങനെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പെരക്ക് വന്നിട്ട് ഇതെന്ത് വിശേഷം അറിയോ? ഇത് എൻ്റെ പേരിൻ്റെ മുറ്റമല്ല, ഇച്ചാൻ്റെ പേരിൻ്റെ മുറ്റമാണെന്ന് പറഞ്ഞാൽ കോട്ടലപ്പുറം. അപ്പോൾ നമ്മളുടെ രാത്രി എന്തോ പ്രശ്നമായിട്ട് ഗ്യാരൻറ്റും ഇൻവെർട്ടറും എല്ലാം അടിച്ച് പോയിട്ടുണ്ടായി. അങ്ങനെയൊക്കെ കുന്തത്തുനിന്ന് എന്തോ ഷോർട്ടായത് എന്ത് കഥയെന്ന് അറിയുന്നില്ല. രാത്രി ആകുമ്പോൾ എല്ലായിടത്തും കയറ്റില്ല, നമ്മളുടെ മാത്രമേ കയറ്റില്ല. മലയാളികൾക്ക് സഹിക്കാൻ പറ്റാത്ത സംഭവമല്ലേ, വേറെ ആടെയും കയറ്റിണ്ടായിട്ട് നമ്മളുടെ പോയെങ്കിലേ. അങ്ങനെ ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ നേരെ കിടക്കും പെട്ടിയും പാത്രമെല്ലാം എടുത്തുകൊണ്ട് പോയി വെച്ചാനെടുക്കും. അങ്ങനെ ആടെയാന്ന് രാത്രി കിടന്നിട്ടുണ്ടായിനെ. അങ്ങനെ രാവിലെ എണിച്ചിട്ട് വന്നു. പിള്ളമാർക്ക് എല്ലാത്തിനും സ്കൂളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ പുട്ടും കറിയാക്കാന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് വന്നതാണ്. അങ്ങനെ പുട്ടും കടലെല്ലാം റെഡി ആകുമ്പോൾ നല്ല മഴ വരുന്നുണ്ട് പുറത്ത്. അപ്പോൾ എന്തിപ്പാ നമുക്ക് ഗ്യാരണ്ടി ഇല്ലെങ്കിലും ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ എന്തൊക്കെ അത് അറിയുന്നില്ലല്ലോ. ഇത് ഇൻവെർട്ടറും ഗ്യാരൻറ്റും എല്ലാം പോയിട്ടാകുമ്പോൾ പണ്ടത്തെ ഒരു 88-ൻ്റെ ഒരു ഫീലായി. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഇർട്ടായിട്ട് അങ്ങനെ ഭാവി പത്തലും കറിയെല്ലാം ആക്കിയിട്ട് കൊടുത്തയച്ചിന്. എന്നിട്ട് ഞാടെ പുട്ടാക്കിയത് ഭാവിക്ക് അറിഞ്ഞിട്ടുണ്ടായിട്ടാ, ഞാടെ ഗ്യാരണ്ടി ഇല്ലാത്തപ്പോൾ എന്ത് ഉണ്ടാക്കണ്ട നല്ല ചെല്ലിട്ട് അങ്ങനെ ഭാബീൻ്റെ പത്തലും നമ്മളെ പുട്ടും എല്ലാം മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും കഴിച്ചിട്ടായതിനു ശേഷം ഇല്ലേ മറ്റേ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ടുണ്ടായിന്. അങ്ങനെ രാവിലെ ഒരു 8-8:30 മണീൻ്റെ ടൈമിൽ വന്നിന്, മിതാദെല്ലാം സ്കൂളിൽ പോകുന്ന ടൈമിന്. അങ്ങനെ ഓന് വന്നിട്ടെല്ലാം നോക്കിയിട്ട് സെറ്റായ പിന്നെ അന്ന് ഗ്യാരൻറ്റി പിന്നെ വന്നത്. അന്ന് പിന്നെ ഫുൾ ടൈം ഒരു കച്ചറയാന്ന് പറഞ്ഞാൽ വെള്ളം ഉണ്ടായിട്ടില്ല, ഗ്യാരൻറ്റും ഇല്ല, സിങ്കിൽ പാത്രവും കച്ചറിയും കിച്ചണും ആകെ ഒരു പ്രാന്ത് പിടിച്ചിട്ടേ തന്നെ പറയാം. അങ്ങനെ ആയിട്ടുണ്ടായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായതിനു ശേഷമല്ലേ പിന്നെ നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കിയത് എന്താ പറയുക, ഉച്ചക്ക് ഉണ്ടാക്കിയത് നല്ലൊരു മത്തിൻ്റെ മഞ്ഞത്തണ്ണിയും ഇല്ലേ ബീട്രൂട്ട് ബറവും ചോറുമാണ്, വെറും ചോറും. അങ്ങനെ വെറും ചോറും അതും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെ ഈ ഒരു അസുറിൻ്റെ ഒരു ചെറിയൊരു റെസിപ്പി ഉണ്ടാക്കിയിട്ട് പൊട്ടോട്ടോ വെച്ചിട്ട്. അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ട് ഈ അസുറ് പറയുന്നു, അസുറിൻ്റെ മാപ്പിള അങ്ങനെ. അപ്പോൾ പൊട്ടോട്ടോൻ്റെ റെസിപ്പി ആക്കിയിട്ടില്ലേ കെച്ചപ്പം കൂട്ടിയിട്ട് മക്കളും എല്ലാവരും കഴിച്ചതാന്നത്. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ അല്ല, നോമ്പിനെല്ലാം മുമ്പുള്ള 2-3 ദിവസമായിട്ട് നമ്മളുടെ എല്ലാവർക്കും നോമ്പുണ്ടായിരുന്നു, പിള്ളമാർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെ കെച്ചപ്പം കൂട്ടിയിട്ട് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പൊട്ടോട്ടയ്ക്ക് കോൺഫ്ലവറെല്ലാം ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട്. അപ്പോൾ പിള്ളേർക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ട് പിന്നെ മദ്രസ പോകുന്ന ടൈമായി. അങ്ങനെ എല്ലാവരും ചായ എല്ലാം കുടിച്ചിട്ടായതിനു ശേഷം ഇല്ലേ മദ്രസ പോകാൻ ഒരുങ്ങിയിട്ടല്ല റെഡി ആയിട്ട് തന്നെ ഉണ്ട്. അങ്ങനെ ചായ കുടിച്ചിട്ട് പിള്ളമാർ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു കച്ചറന്നെ കിച്ചണിലൊരു നമുക്ക് തന്നെ ഒരു ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു അറിയാം. അതിൻ്റെ അടുക്കുമ്പോൾ അത് ഷോളെല്ലാം ഇട്ടിട്ട് വന്നിന്. എനിക്ക് ഷോൾ ഇട്ടെങ്കിലേ പാത്തു ഉമ്മ ഞാൻ പാത്തു അതിനെ കൊണ്ട് വന്നിന്. നമുക്ക് ഓരോരിക്കല്ലേ ഒരു അങ്ങനെ ആണെന്നില്ല ഒരു പണി എന്താവാതെ ഒരു പിക്രായിട്ട് ഒരു പിള്ളമാർക്ക് ബെട്ടിടുന്ന അതിലൊന്നും എല്ലാത്തിനും ബെട്ടിട്ട് ചില പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ട് അറിഞ്ഞാൽ. ഓരോ ദിവസം നമുക്ക് അങ്ങനെ ആണെന്നില്ലേ ഒരു മെയിൻറ്റിലേക്ക് ഒരു പണിയാവാതെ പറ്റി അങ്ങനെ അവനുണ്ട് അല്ലേ. സ്വാഭാവിക പെണ്ണുങ്ങൾക്കെല്ലാം ഓരോരുന്ന ബീയ പണി എത്രയാന്ന് ഓരോരുത്തർ ഇങ്ങനെ നെരങ്ങിയിട്ട് ഒരു വക ഭ്രാന്ത് പിടിക്കുന്നത് അങ്ങനെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടതിന് ശേഷം ഇല്ലേ നിങ്ങൾക്ക് ഞാൻ എൻ്റെ മാപ്പിള കൊടുക്കുന്ന പാത്രങ്ങൾ കാണിക്കണ്ടേ. ഞാൻ ഈ ഷോർട്സ് ആയിട്ടെല്ലാം ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റയിലെല്ലാം. പക്ഷേ ഇൻസ്റ്റ നോക്കാത്തവരല്ലേ നമുക്ക് അധികം ഉള്ളത്. അങ്ങനെ നമ്മളെല്ലാവർക്കും നമ്മൾ കൊടുക്കുന്ന പാത്രങ്ങളും കാര്യങ്ങളെല്ലാം കാണിക്കണ്ടേ. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഉള്ളിൽ കാണിക്കാൻ മകേൻ്റെ പോയ എന്തോ പ്രശ്നത്തിൽ ട്യൂബ് ലൈറ്റിന് എന്തോ ഷോർട്ടായിന്. അങ്ങനെ ഇത് പോയി എന്തെല്ലോ പോയി 2-3 ട്യൂബ് ലൈറ്റെല്ലാം. അങ്ങനെ ഉള്ളിലൊന്നും വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല, വെളിയില്ലാത്തതുകൊണ്ട് തന്നെ ലൈറ്റ് കുറവായുണ്ട്. അപ്പോൾ അതാ മാപ്പിള കൊടുക്കുന്ന പാത്രങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ആരോ കേട്ടിന് എങ്ങനെ മാപ്പിളക്ക് എന്തെല്ലാം മേങ്ങ അറിയുന്നത് അങ്ങനെ അറിയുന്നത് ഒരാൾക്ക് ഓരോ ഡൗട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു പാത്രത്തിൻ്റെ ഷോപ്പിലേക്ക് കയറിയിട്ടാകുമ്പോൾ നമുക്ക് വീഡിയോ കോളാക്കിയിട്ട് വിളിക്കും. വീഡിയോ കോളാക്കിയിട്ട് വിളിച്ചിട്ട് ഇതാവോ നമ്മൾ ഇങ്ങനെ ഓരോന്നോരോന്ന് കാണിക്കുമല്ലോ. അങ്ങനെ ഇതൊന്നായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് നടത്തിയാന്ന്. അപ്പോൾ ഓരോരോറ്റോ കൊണ്ടുവരുമ്പോൾ ഇല്ലേ നമുക്ക് ഓരോ പാത്രങ്ങൾ കിട്ടുന്നല്ലോ. അങ്ങനെ വരുമ്പോൾ ചോദിക്കും വെറുതെ വേണ്ട, ബാഗ് വേണ്ട, ബൂർക്ക വേണം, അതും വേണ്ട ഇതും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് വേണ്ടിയത് പാത്രം നിൽക്കില്ലേ. അങ്ങനെ പാത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ മാപ്പിള ചോദിക്കുന്നുണ്ട് ഈ പാത്രത്തിൻ്റെ ഊതി എപ്പോൾ തീരും.
പെണ്ണുങ്ങൾക്ക് പാത്രത്തിൻ്റെ പൂജ ഒരിക്കലും തീരല്ല അല്ലേ. ഡ്രസ്സിനോടൊന്നും അത്ര ഭയങ്കര ക്രേസില്ല, പാത്രത്തിനോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ ദാ മൂടി ഇടുന്നതും മൂടി ഇല്ലാത്തതും പുഡിങ്ങിൻ്റെ ബൗളും പിന്നെ ക്യാൻഡിൽ അങ്ങനെ ഇങ്ങനെ എന്തെല്ലോ ഉണ്ടായിന് ഓരോ ഐറ്റംസ്. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടായി. പിന്നെ നോൺ സ്റ്റിക്കിൽ എണ്ണയില്ലേ നമുക്ക് പുളിവെള്ളം ചൂടാൻ. അന്ന് നമ്മൾ ഒരു ദിവസം മേങ്ങിയിട്ടുണ്ടായിന്, അത് ഇടുന്ന തന്നെ ലുലുന്ന സിറ്റി സെൻറ്റേഴ്സ് അങ്ങനെ എന്തോ മേങ്ങിയത് നല്ല യൂസ് ചെയ്യുന്നുണ്ടായിനത്. അങ്ങനെ തന്നെ ഒന്ന് അസുഖം കണ്ടിട്ടാകുമ്പോൾ മേങ്ങിയതാണ് പുളിവെള്ളം ചൂടാൻ. അപ്പോൾ ഞാനിപ്പോൾ അത് എടുക്കുന്നില്ല, ഒരു 100-150 പുളിവെള്ളം ഒന്നിച്ചിട്ട് ഓർഡർ ഉണ്ടാകുന്നില്ലേ. അപ്പോൾ 2 പാത്രത്തിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുട്ടിട്ടെടുക്കാം. അങ്ങനെ ഷുഗർ ടീ എല്ലാം ഇടുന്ന സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിനിടയിൽ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് നമുക്കൊരു ചെറിയൊരു ഓർഡറെല്ലാം ഉണ്ടായി. അങ്ങനെ ഓർഡറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ലേ. ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ദിവസം തന്നെ വീഡിയോ 1, 2, 3 ദിവസത്തെ 4 ദിവസത്തെ മിക്സ് ആക്കിയിട്ടാണ് ഇടുന്നത്. എപ്പോഴും അപ്ലോഡ് ആക്കാൻ കഴിയാതെ പട വീഡിയോ പെൻഡിങ് ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാം ഒന്ന് എടുത്തിട്ട് തീർക്കാൻ നിന്നിട്ടില്ലേ. ഞാൻ 2-3 ദിവസത്തെ ഇങ്ങനെ മിക്സാക്കിയിട്ട് ഇട്ടതാണ്. മാഷാ അല്ലാ പുളിവാളത്തിൻ്റെ വീഡിയോ നമ്മൾ ഇൻസ്റ്റാളിട്ടിട്ടാകുമ്പോഴേ എത്ര ആൾക്കാരറിയോ കണ്ടത്? 50,000 ആൾക്കാർ കണ്ടിരുന്നു. മാഷാ അല്ലാ കുറേ ആളുണ്ടാക്കിയിട്ട് നോക്കിയിട്ട് ഞങ്ങൾക്ക് ഫോട്ടോസ് എല്ലാം ഉണ്ടാക്കിന്. പക്ഷെ നിങ്ങളെ പോലെ ഇങ്ങനെ നീളത്തിൽ വലിക്കാൻ അറിയുന്നില്ല. ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ഇങ്ങനെ ഞാൻ തന്നെ പറഞ്ഞ ഇങ്ങനെ വലിക്കണമെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് വേണം. ബാറ്റർ നല്ല അരിഞ്ഞിട്ടില്ല നമ്മളെ കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോൾ കയ്യിൽ ഒതുങ്ങണം. എന്നിട്ടിങ്ങനെ നല്ല സ്ലോലി ഇങ്ങനെ വലിച്ചുകൊണ്ട് വന്നെങ്കിൽ നല്ല നീളത്തിൻ്റെ പുളിവെള്ളം വരും. അത് ഫസ്റ്റ് തന്നെ അത് ഇങ്ങനെ സെറ്റായിട്ട് കിട്ടാല. ഒരു 4-5 ഓർഡർ ഇങ്ങനെ ട്രൈ ആയിക്കൊണ്ട് നിൽക്കണം. അപ്പോൾ ഇത് കഥ എന്താ അറിയോ, ഞങ്ങൾക്കൊരു ഓർഡർ ഉണ്ടായിന്, കുറേ ഐറ്റം ഉണ്ടായിന് ഓർഡറിന്. ബിരുന്നിൻ്റെ സാധനങ്ങളെല്ലാം അതിൽ ഉണ്ടായിന്. അത് 500 ബ്രൗണിയും. പക്ഷെ അന്നത്തെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല, അത്ര തിരക്കുണ്ടായിന്. അതിലെല്ലാ ഐറ്റംസും ഉണ്ടായിന്. ഫുൾ ചിക്കൻ ഉണ്ടായിന്, ഫിഷ് പൊള്ളിച്ചതുണ്ടായി, പിന്നെ മട്ടൻ ഉണ്ടായിന്, ബീഫ്, ചിക്കൻ ഫ്രൈ, പിന്നെ അൽഫാം, അങ്ങനെ എന്തെല്ലാം ഉണ്ടായിന്. പുഡിങ്, ഈ ബ്രൗണി, പിന്നെ എന്താ ഉണ്ടായിന്, കുറേ ഐറ്റംസ് ഉണ്ടായിന്. ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അതിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഫോട്ടോ എടുക്കുന്നില്ല ഇത് എടുത്തിട്ടേന്ന്. പക്ഷെ ഇതെടുക്കാനോ സെറ്റാക്കാനോ ഒന്നും ടൈം കിട്ടിയില്ല. നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല, ഒരു ഏകദേശം ഒരു അരമണിക്കൂർ ടൈം വേണം നമുക്ക് ഈ ഫോട്ടോ എല്ലാം സെറ്റാക്കിയിട്ട് വെക്കണമെങ്കിലും. അതിനൊന്നും ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ എന്തൊക്കെയാ അങ്ങനെ ശല കൊടുത്തിട്ട് വിട്ട് അങ്ങനെ എന്നിട്ടായിട്ട് അത് കൊടുത്തതിന് ശേഷം ഇത് പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ എന്ന് പറയാം. അപ്പോൾ പിറ്റേ ദിവസം ഉണ്ടായിന് ഓർഡർ ഫുള്ള് ഇങ്ങനത്തെ പെരുന്നാളപ്പങ്ങളാണ്. പൊരിയപ്പം, വേള, പിന്നെ സിറോട്ട, ഈത്തപ്പായം, അങ്ങനത്തെ എല്ലാം. അങ്ങനെ അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതെല്ലാം എടുത്തിട്ടതിന് ശേഷം ഇല്ലേ ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. ഇതിൽ ഏതറിയോ, നമ്മളെ ഗ്രീൻ ചിക്കൻ റെസിപ്പിയിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ആക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോരോ ഇത് കാണിക്കുമ്പോൾ തന്നെ കുറേ ആൾ പറയുന്നത് റെസിപ്പി തന്നെയാണ് കമൻ്റ് അധികം വരുന്നത്. ഇൻഷാ അല്ലാ ഞാൻ റെസിപ്പി ഇടാം. ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് തരാം. നമുക്കെപ്പോൾ ഫ്രീ ടൈം ഉണ്ട് ആ ഒരു ഗ്യാപ്പ് കിട്ടുന്ന ആകുമ്പോൾ എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഫ്രീ എന്നെല്ലാം കിട്ടുന്നില്ല, എപ്പോഴും ബിസി ആയിട്ടുണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോന്ന് സെറ്റാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഭാവിയുണ്ട്, അസുറുണ്ട്, ഞാനുണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്. മണ്ടാന്ന് ഓർമ്മയില്ല. അങ്ങനെ ചട്ടിപ്പത്തിൽ വരുത്തിക്കൊണ്ടുണ്ട്. ഈത്തപ്പഴത്തിൻ്റെ തൊലി എടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ പൊരിയപ്പത്തിനെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷം ഏകദേശം ഒരു വൈകുന്നേരം ആകുമ്പോൾ എല്ലാം ചുട്ടെടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേള, സിറോട്ട, പിന്നെ ഈത്തപ്പഴം, പൊരിയപ്പം, ചട്ടിപ്പത്തിൽ, ഈ വക ഐറ്റംസ് എല്ലാം ഉണ്ടായിന്. പിന്നെ ഇപ്പോൾ ഇൻസ്റ്റയിലിടുന്നതുകൊണ്ട് തന്നെ കുറേ ആൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ മറ്റേ നമ്മളെ കൊറിയർ അയക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഓഫീസിലെല്ലാം വിളിച്ചിട്ട് ചോദിച്ചിട്ടാകുമ്പോൾ 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടുമെന്നല്ല പറഞ്ഞിന്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊറിയർ അയക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് അയച്ചോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഗ്രീൻ ചിക്കൻ്റെ റെസിപ്പി കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. അതിന് വേണ്ടി ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ടല്ലോ ഫുൾ തന്നെ. അതിൽക്കതാ പുതിന, മല്ലിച്ചപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ക്യാപ്സിക്കം, അങ്ങനെ പച്ച ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം എടുത്തിന്. നമുക്ക് പച്ച കളർ വേണ്ടേ, അതിനും വേണ്ടിയിട്ട് പച്ചമുളക് ഒരു 10-15, നിങ്ങൾ എരിവിനനുസരിച്ചിട്ട്, നമുക്ക് എല്ലാവർക്കും എരിവല്ല ഇഷ്ടം, അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ എടുത്തിന്. 10-15 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെന്താ പുതിന, മല്ലിച്ചപ്പ്, സിർക്ക, തൈര്, ഉപ്പ്, എല്ലാ വക ഐറ്റംസും ഇട്ട് കൊടുക്കുക. കുരുമുളക്, പിന്നെന്താ പേര് കിട്ടാം ഞാൻ ലാസ്റ്റ് എല്ലാം മിക്സ് ആയതിനു ശേഷം ഇല്ലേ ചെറുപുളിയും പിഞ്ഞ് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തിട്ടില്ലേ ഏകദേശം ഒരു 1 മണിക്കൂറെല്ലാം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 2 മണിക്കൂറെല്ലാം വെച്ചെങ്കിൽ നല്ലത്, നല്ല ഫുള്ളായിട്ട് പൊടിക്കും. എന്നിട്ട് ഫുള്ള് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ട് അതിന് ശേഷം ഇല്ലേ നമുക്ക് എന്താക്കണം അറിയാം, നമ്മളെ കുക്കറിലേക്ക് ഇട്ടിട്ട് 1 വിസിലാക്കിയിട്ട് എടുക്കുക, ഒന്നല്ലെങ്കിൽ 2 വിസിലാക്കിയിട്ട് എടുക്കുക. അത് കുക്കറിൻ്റെ പ്രശ്നം എന്താ പറയുക, ഒരു കുക്കറാണ്. പുതിയ കുക്കറങ്ങ് പെട്ടെന്ന് റെഡിയാണ്, പഴയ കുക്കറങ്ങ് 1-2 ഓട്ടോ വിസിലടിക്കേണ്ടി വരുന്നത്.
അത് ഓരോരാളെ കുക്കർ അനുസരിച്ചിട്ട് നോക്കണവേ. എന്നിട്ട് ഇങ്ങനെ ഒരുമാതിരി ബന്ധിട്ടാകുമ്പോൾ കുക്കറിൽ നിന്ന് എടുത്തിട്ടില്ലേ നമ്മൾ ഒരു ചീനച്ചട്ടിക്ക് കൂട്ടിയിട്ട് ഇതിൻ്റെ ഗ്രേവിയും ബന്ധ കുക്കറിൽ നിന്ന് ഈ പീസ് എടുത്തിട്ടില്ലേ ഒരു ഫ്രൈ പാനിൽ തിരിച്ചിട്ട് മറിച്ചിട്ട് എടുത്തു കൊടുക്കുക. ഓക്കെ, എന്നിട്ടായിട്ട് ഈ ഗ്രേവീനെ ഇല്ലേ ഒരു ചീനച്ചട്ടിക്കിട്ടിട്ട് നല്ല വാങ്ങല തിളപ്പിച്ച് കൊടുക്കുക. എൻ്റെ ബിസി മറിയുമ്പോൾ ഇങ്ങനെ അങ്ങനെ എങ്ങനെയാണെന്നല്ലേ എന്തോന്നും ഇപ്പം അങ്ങനെയാണെന്നൊരു ബുദ്ധിമുട്ടായിന്. എന്നിട്ട് ഈ ഗ്രേവി നല്ല വാങ്ങൽ തിളക്കുമ്പോഴേക്കില്ലേ ഈ നമ്മൾ ചീനച്ചട്ടിയിൽ ഫ്രൈ പാനിൽ തിരിച്ചിട്ടും മറിച്ചിട്ടും എടുത്ത ചിക്കനില്ലേ അതിനെ ഈ ഗ്രേവിക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു ഫ്ലേവറാണ്. ഇതില്ലേ നിങ്ങൾക്ക് ഒരു ഇത്തിരി വെള്ളത്തോടെ വേണമെങ്കിൽ ഈ ടൈമിൽ തീ ഓഫാക്കുക. പക്ഷേ ഈ നാട്ടിൽ നല്ല വറ്റിയിട്ട് ഇങ്ങനെ ഗ്രേവി ആണെങ്കിൽ പിന്നെയും കുറച്ച് വെള്ളം പറ്റോളം വെയിറ്റ് ആക്കാം. നമ്മൾ എങ്ങനെയോ കുറച്ച് പറ്റിച്ചിട്ടില്ലേ നമ്മൾ എന്തിപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് എന്തെങ്കിലും പൊറോട്ടക്ക നമ്മൾ എന്തെന്ന് ഓർമ്മയില്ല അതിലേക്കാണ് കൂട്ടിയത്. ഇനി ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ എനിക്ക് മറന്നതിന് ശരിക്കും പറഞ്ഞെങ്കിൽ എൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇതാണ്. എടുക്കുമോ പകുതിയിൽ നിന്ന് സ്റ്റോപ്പാക്കും, പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും പണിക്ക് പോയെങ്കിൽ അതവിടെ പെൻഡിങ്ങിൽ വരും അങ്ങനെ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട, ധൈര്യമായിട്ട് ഉണ്ടാക്കുക. നല്ല ഇങ്ങനെ ഗ്രേവി തന്നെ വേണമെങ്കിൽ കുറച്ച് പറ്റുന്നതിന് മുമ്പ് തന്നെ ഓഫാക്കിയാൽ മതി. ഉണങ്ങിയിട്ട് വേണമെങ്കിൽ വെള്ളം പറ്റോളം വെച്ചാൽ മതി. എങ്ങനെയെങ്കിലും ടേസ്റ്റ് തന്നെയാണ്, നല്ല വെന്തിട്ട് വന്ന ചിക്കൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാം. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.